ഹായ് ഗൈസ്, ഞാൻ വെറുതെ പറമ്പിൽ കൂടെ നടന്നപ്പോൾ എനിക്ക് കുറച്ച് ചീര കിട്ടി. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സാമ്പാർ ചീര എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് അകത്തോട്ട് കൊണ്ടുപോയി കറി വെക്കാൻ പോവാണ്. ഇത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മളിത് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞതും കുറച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. എന്നിട്ട് ഈ ചീര കറി വെച്ചെടുക്കണം. പിന്നെ മുട്ടയും പിന്നെ തേങ്ങയും ഇട്ടതിന് ശേഷം അത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ടിട്ട് ഈ പച്ചമുളകും സവോളയും ഇതിലേക്കിട്ട് വരട്ടിയെടുക്കണം. പിന്നെ ചീരയും ഇടണം. അങ്ങനെ നമ്മൾ ഇതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇനി ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒടിച്ച് കഴിക്കാം. നന്നായി ഇളക്കി വരട്ടണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി ഡ്രൈ ആയി വരുന്നത് വരെ നന്നായി ഇളക്കി വരട്ടി ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഇത്തിരി കളറിന് വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ ചീര എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇതെല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളതെങ്കിൽ ഒത്തിരി കഴിക്കണേ. ഇത് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വരട്ടി കൊടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.